നല്ല വെയിൽ. മുടി കെട്ടി വെച്ചിട്ട് കുറേ നേരമായി. അഴിച്ചിടാം. അമ്മ അവിടെ പോയി വഴക്കുണ്ടാക്കുന്നില്ലേ വീണ മുട്ടായി നിന്ന്. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ട്, കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയൊക്കെ ആയി. അപ്പം ഞാൻ വെച്ചാൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ എണ്ണ തേച്ച് കുളിക്കാനുള്ള പരിപാടിയിലാണ്. കുറേ ദിവസമായിട്ട് ഞാൻ ഇപ്പോൾ എന്തായാലും രാവിലെ കുളിക്കുന്നു. മറ്റേത് ഞാൻ വൈകിട്ടാണ് കുളിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഒരു 1.5 മാസം കൊണ്ട് ഞാൻ രാവിലെ കുളിക്കും. അപ്പോൾ എനിക്ക് രാവിലെ കുളിക്കുന്ന അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് വൈകിട്ട് കുളിക്കുന്ന, എനിക്കൊരു 4-4:30 ആയിട്ട് കുളിക്കുന്നത് ഇഷ്ടം. രാവിലെ എന്തായാലും അമ്മൂമ്മ ഇല്ലെങ്കിൽ ചീത്ത പറയും. അപ്പം ഞാൻ എണ്ണ തേച്ച് കുളിക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ മുടിയെല്ലാം ഭയങ്കരമായിട്ടും പൊഴിഞ്ഞു വന്നു. ഒരു വട്ടം മുടി ചീപ്പുമ്പോഴത്തേക്ക് ഒരു ലോഡ് മുടി ഇളകി വരിക. അപ്പം ഞാൻ വിചാരിച്ചു മുടിയൊക്കെ ഒന്ന് എണ്ണ തേച്ച്. പക്ഷേ ഈ എണ്ണ തേച്ച് ഞാൻ മുടിയിൽ തേച്ചുകൊണ്ടിരുന്ന എണ്ണ കാച്ചിയ വെളിച്ചെണ്ണയായിരുന്നു. അപ്പോൾ അത് കയ്യോന്നിയോ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അപ്പം ഞാൻ അത് നിർത്തി. കാര്യം എനിക്ക് മുടി കൊഴിച്ചിൽ നിൽക്കുന്നേ ഇല്ല. ഇത് മറ്റേ ആയുർവേദ ഷോപ്പിൽ നിന്ന് സുഞ്ചേട്ടൻ വാങ്ങിച്ചു തന്നെയാണ്. ഇത് തേച്ചിട്ട് എനിക്ക് എന്തോ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ മുമ്പ് പൊഴിയുന്നതിനെക്കാട്ടി നല്ല കുറവുണ്ട് മുടി പൊഴിച്ചിൽ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ രാവിലെ എല്ലാ ദിവസവും മുടിയിൽ തേക്കും. പിന്നെ അത് തേച്ചിട്ട് എനിക്ക് കുറവുള്ളത് കണക്കാണ് തോന്നുന്നത്. അതുപോലെ താരനുണ്ടല്ലോ, അതും കൂടെ വന്നു. അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിക്കാണ്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഒരു ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. എണ്ണ തേച്ച് വാരിപ്പൊത്തി അങ്ങ് കെട്ടിവെച്ച്. പിന്നെ കുറേ നേരം അങ്ങനെ നിന്നിട്ട് ഇരുന്നപ്പോഴത്തേക്കൊക്കെ സുബിൻ ചേട്ടൻ എഴുന്നേറ്റ്. അങ്ങനെ സുഞ്ചേട്ടന് ചായയൊക്കെ കൊടുത്ത്, സുഞ്ചേട്ടൻ എന്തോ രാവിലെ എഴുന്നേറ്റ് ഫോണിൽ കളിക്കുമെന്ന് തോന്നുന്നു. സ്റ്റക്കായാണ് കൊണ്ട് ഈ വീഡിയോ. അതെന്താ ചെറിയൊരു ഇതായിരുന്നു. ഞാനത് സ്ലോ മോഷൻ ആക്കിയത് ഇത്രയും ഇതായത്. അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് കഴിക്കായിരിക്കും. അപ്പം തന്നെ എനിക്ക് തോന്നുന്നു 10 മണി എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു. എല്ലാവരും പറഞ്ഞു മെലിഞ്ഞു എന്ന് പറഞ്ഞ് എനിക്ക് അമ്മയോട് ഞാൻ ചോദിച്ചു, അമ്മയെ വണ്ണം വെക്കാൻ എന്തോ ഐഡിയ. അപ്പോൾ അമ്മ പറഞ്ഞു തന്നെ രാവിലെ എഴുന്നേറ്റ് പഴങ്കഞ്ഞി കുടിച്ചാൽ മതിയെന്ന്. പക്ഷേ എന്നിട്ട് ഞാൻ ഇതിന് മുന്നേ പാലും മുട്ടയും ചായയൊക്കെ കഴിച്ച്, പക്ഷേ പിന്നെ കുറുക്കും കുടിച്ച്. എന്നിട്ടാണ് ഞാൻ പഴങ്കഞ്ഞി കുടിക്കുന്നത്. പഴങ്കഞ്ഞിയുടെ കൂടെ തൈരുണ്ടായിരുന്നു, പിന്നെ എന്താണൊക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്മൂമ്മ വന്ന് നിന്ന് സംസാരിക്കുക, എന്തോ എടുക്കുക. അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അമ്മൂമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര താല്പര്യമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ട് കേട്ടോണ്ടിരിക്കുക. എന്തൊക്കെയോ ഏത് പാട്ടാണോ എന്തോ പാട്ട് കേട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഇക്കിയെ കാണാൻ കൊള്ളാമല്ലോ. ഇവന് ഇക്കിന്ന് വിളിച്ചോണ്ട് പേരെ മറന്നു. എറിക്കുട്ടൻ. ഈ എറിക്കി കാണാൻ വന്ന് നിൽക്കുന്നു. അമ്മയ്ക്ക് അയച്ചെടുക്കാം വീഡിയോ. എന്തുവാടാ അതോ ചേർമല വെച്ചും പോയി. ഞങ്ങൾ ഏണി എടുക്കാൻ പോകും. ഹസ്ബൻഡിന്റെ ഫ്രണ്ടിൽ പോകുന്നോണ്ട് ചില ഒന്നും എന്റെ മുഖത്ത് തട്ടത്തില്ല. എണീട് കുട്ടി വഴി എങ്ങനെ പോകും? ചരിക്കാൻ പറ്റില്ല. അയ്യോ അപ്പുറത്തോട്ട് ചാരി പോയിട്ടോ. ഇവിടെ ചാരി അങ്ങനെ സുബിൻ ചേട്ടൻ ആ മരം മുറിക്കാൻ പോകുന്നു. പക്ഷെ അതിനകത്ത് കളിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ദേഹത്തോട്ട് വീഴുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് മാറി നിന്ന്. അല്ല, പുളിഞ്ചിക്ക തിന്നിപ്പോ ഭയങ്കര വയറുവേദനയാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമില്ല പുളിഞ്ചിക്ക തിന്നുന്നതിൽ. അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ പറ്റില്ല. സുഞ്ചേട്ടന് കുറെ കഴിച്ചാൽ വയറുവേദന എടുക്കും. പിന്നെ ആരാ കുക്കു ചേച്ചിക്ക് അകയിച്ചേട്ടൻ കുക്കു ചേച്ചി കഴിക്കും. ഞങ്ങൾ 3 പേർക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെ അമ്മ ഓടുക, അത് തെറിക്കുന്നു. അറിയോ മറിഞ്ഞ എന്റെ തല വീഴുവോ? ഇല്ല, ഞാൻ മാറിയ അതിപ്പഴേ വീഴത്തില്ല അമ്മ. ഇല്ല, വീഴത്തില്ല. പേടിയാണോ? അമ്മക്ക് പേടിയാവുന്ന കേട്ടോ ഗൈസ്.
അതെ അങ്ങനെ കുരങ്ങൻ കുഞ്ഞ് താഴെ ഇറങ്ങി. അങ്ങനൊന്നുമില്ല, പെണ്ണുങ്ങൾക്കും ചെയ്യാം. പണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ആരാണ് ഞാൻ ചെയ്യാനല്ലേ ചെയ്തു. ഞാൻ എത്ര മരത്തിൽ കയറിയിരിക്കുന്ന അമ്മമ്മക്ക് മാങ്ങ പറിച്ചു തന്നിട്ടില്ലേ? ആ അതൊക്കെ കണ്ടാ 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 ഇതാ ഗായസ് എന്റെ വീട്ടുകാരുടെ ഗുണം. എന്തുവാ എടുക്കുന്നേ? എന്നെ ഒരു വിലയും ഇല്ലാത്ത ആൾക്കാർ എന്റെ കയ്യിലുണ്ട് കേട്ടാ. ലിയ ഇരിക്കുന്നു. ലിയക്കില്ലല്ലോ അവിടെ നിന്ന് ഇറക്കിയ കാണാലോ ലിയ അവിടെ ഇരിക്കുന്നു. അതോ ഇത് തല വീണു പേടിച്ചിട്ട് ഓടിയിരിക്കണോ എന്തോ. എന്നിട്ട് തള്ളിയിടുന്നതിനെ വിട്ട് പറയണേ നമുക്ക്. ഹായ് ഹായ്. റിക്കി ആ മതിലിന്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ്. ലിയ കണ്ടില്ല റിക്കി. മോഹൻലാലും സുരേഷ് KPC ആ അതെ, നമ്മൾ അതാ മരം മുറിക്കുന്നു. വലിയ വൃക്ഷമാണ്. ചുമ്മാ ഒരു കുഞ്ഞാണ്ടി മരം. സ്ഥലമില്ല ഇവിടെ. കണ്ടോ നമ്മുടെ വീട്ടിന്റെ മണ്ടയിലോട്ട് കുമ്പള വീട്ടിലാ നിൽക്കുന്നു. എന്റെ തലയിൽ എല്ലാം മുടിഞ്ഞു വീണ്. യെസ്, അങ്ങനെ നമ്മൾ സക്സസ് ആയിരിക്കുന്നു. അയ്യോ ഈ ഉറുമ്പ് കണ്ട കടിക്കുന്നത് പന്ന ഉറുമ്പ്. ഇതിനകത്ത് മൊത്തം ചുമന്നുറുമ്പാ. നമ്മളാ മരം മുറിച്ചിട്ടു. രണ്ടടായി മീൻ തിന്നാണോ? അയ്യോ ലിയയുടെ പടിക്ക് തിന്നാൻ പറിക്കാത്ത പൂച്ച കയറി. എല്ലാം തിന്നോ ഈ ലിയയുടെ പടിക്ക് തന്നെ എല്ലാം പൂച്ച വരും. ഈ ലിയ അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കും. നമ്മളെ ആരെങ്കിലും കണ്ട ലിയ പോയി അതിനെ ഓട്ടിക്കും. അവളായാലും വലിയ ബുദ്ധിമതി. അയ്യോ അയ്യോ ലിയ എന്തിയെ അതാണ്ട്. അങ്ങനെ ഞാൻ ആ ഏണി കയറി ഇരിക്കുക. ഇതങ്ങനെ താഴെ വീണതാ. താഴെ കുഴിയാ കണ്ട. കുഴിയല്ല, റോഡ്. താഴെ വയലിലോട്ട് പോന്ന വയലെന്തി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ ഫോണിൽ കൂടെ നോക്കുമ്പോ. അതാ അതൊരു വീട് കൈ ഇങ്ങനെ അങ്ങനെ പോകുമ്പോ വയല് തോടി ലീ വരുന്നേട്ടാ. ആ ലീ വന്നു. അമ്മൂമ്മയും അതെവിടെ ഉണ്ട് നമുക്ക് വിറവ്, പിന്നെ പ്ലാസ്റ്റിക് ഇറക്കി കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്, പിന്നെ ഗ്യാസ് ചുറ്റി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇച്ചിരി അമ്മ ഈ പൈപ്പ് പൊട്ടത്തില്ല അമ്മ. ഇതെല്ലാം കൂടെ അതിന്റെ മണ്ടയിലാ വെയിറ്റ് നിക്കുന്ന. ഈ പൈപ്പ് കണ്ടാ? ഈ പൈപ്പ് ഇത് നോക്കുമ്പോ വളഞ്ഞു നിൽക്കുന്നു. ദാണ്ട ഈ പൈപ്പ് ഇതുണ്ടോ? ഇവിടെ നമ്മളെ പഴയ ബാത്റൂം ആയിരുന്നു. ഇപ്പം അത് നമ്മള് മാറ്റി. ആ ബാത്റൂമിനകത്തെ പൈപ്പാ ഇപ്പൊ ഈ നിൽക്കുന്ന. നമ്മളെ ഇപ്പൊ ഇവിടുത്തെ ബാത്റൂം വെളിയിലത്തെ ബാത്റൂം ഇല്ല. അകത്തെ ബാത്റൂം ഇതിനോട് ചേർന്നകത്ത. പിന്നെ ഇവിടെ നമുക്ക് ഒരു വിറകൊക്കെ വെക്കുന്ന ഒരു റൂം പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതാ ഇവിടെ ബാത്റൂം മാത്രം. ഇത്രയും സ്പേസ് അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് കണ്ടോ എന്ത് ചെയ്താലും നെഗറ്റീവേ മനുഷ്യന്റെ വായി വരത്തുള്ളൂ. അപ്പം നമ്മള് പുട്ടല്ല അപ്പം. പിന്നെ അങ്ങനെ ഇപ്പൊ മരം മുറിച്ച് ഇനി നമ്മൾ ഈ ടാർപ്പ് പൊക്കി കെട്ടും. കിടത്താന്ന് പോയി ഇതിങ്ങനെയല്ലേ ഇരുന്ന, നല്ല പൊക്കത്തിലായിരുന്നു. അപ്പൊ അങ്ങനെ ആക്കണം. ഇല്ലെങ്കിൽ വെള്ളം മഴ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് മഴ പെയ്തില്ലേ, മഴ പെയ്തങ്ങ് താമതാ. അന്നേരം ഇനി മഴയില്ല. ഇന്ന് മഴയില്ല, ഇന്ന് ഞായറാഴ്ചയാണെന്ന് തോന്നുന്നു. ദിവസം ഒന്നും അറിയാൻ വയ്യ. എല്ലാവരുടെ അവസ്ഥ അതൊക്കെ തന്നെയായിരിക്കും. പിന്നെ അത് പൊക്കി കെട്ടണം ഇനി. ഇനിയും പൊക്കി കെട്ടിട്ടും കാര്യമില്ല, മഴയും താഴും. ഇന്നാൾ നമ്മളൊരു 1 വർഷം മുന്നേ അത് പൊക്കി കെട്ടിയത്. പിന്നെ അത്രയോ നാളായില്ലേ. ഒരു കാര്യമില്ലാതെ എന്തൊക്കെയോ പറയുന്ന പോലെ ഉണ്ട്. ചേട്ടൻ ഇതെന്തിനാ ഇവിടെ എത്തുന്നേ? അതെ, ആ വയറ് ഇനി നമ്മള് ചാഞ്ഞ് കിടക്കുന്നത് അങ്ങോട്ട് കെട്ടാൻ വേണ്ടിയാ. കൊടുവാള് ഈ കിടപ്പുണ്ട്. നമ്മള് ഇവിടെ ഈ സൈഡ് നമ്മൾ കണ്ട ഇവിടെ അതാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബാത്റൂം ആയിരുന്നു. അതിന്റെ ഇവിടുത്തെ ഭിത്തി ഇവിടെ ആയിരുന്നു ഡോറ്. അത് പൊളിച്ചതിന്റെ ഒക്കെ ആ ഇടകളങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. തോണ്ടണ്ട അതാ ആ വഴിയെ വയലാ റബ്ബർ നിൽക്കുന്നത്. റോഡൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നമ്മൾ ഒരു ദിവസം അവിടെ ഒക്കെ കൊണ്ടുപോയി കാണിക്കാം. അതുകൊണ്ട്
ലിയയുടെ കൂട്ടുകാരനാണോ അമ്മേ? ഇത് ഈ പൂച്ചയുടെ പേരെന്തുവാ അമ്മ? ലിയയുടെ കൂട്ടുകാരനാണോ അത്? വായി നോക്കി അതെന്താ അങ്ങനെ ഒരു പേര്? ആണോ? ഏറ്റവും സുന്ദരി അവളാണ്. ഇവളാണ് ലിയയുടെ പെഡിഗ്രി കട്ട് തിന്നുന്നവൾ. ലിയയുടെ പെഡിഗ്രി അമ്മൂമ്മ എടുത്ത് ഹാളിൽ കൊണ്ടുവെക്കും. അത് വന്ന് ആ പൂച്ച തിന്നും. ലിയ കണ്ടോണ്ടിരുന്നാലും ലിയ അനങ്ങത്തില്ല. എന്നിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടോണ്ടിരുന്ന ഒന്ന് കുറച്ച് കാണിക്കും. ഇനി ലിയ എന്തിയാ? രാവിലെ ഇപ്പോൾ എത്ര മണിയായി നോക്കട്ടെ? ഒരു 11:30 ആയി. രാവിലെ എഴുന്നേറ്റപ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ നടക്കില്ല. ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കണം. പക്ഷെ പിന്നെ ഞാൻ ഇപ്പോൾ കുറെ നാളായി വീഡിയോ എടുത്തതിനെ കൊണ്ട് വീഡിയോയുടെ കാര്യം മറന്നു. പിന്നെ എല്ലാ ദിവസവും വ്ളോഗ് എടുക്കും, രാവിലെ ആകുമ്പോൾ വീഡിയോ എടുക്കും. പിന്നെ എല്ലാം ചെയ്യുന്ന കാര്യമൊക്കെ മറന്നു. കാരണം നമ്മൾ അങ്ങനെ വീഡിയോ എടുക്കുന്ന ആളാന്ന് വെച്ചാൽ അങ്ങനല്ല. ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അതേന്നും പറഞ്ഞ് ഓർത്തിരിക്കുകയല്ലോ. പെട്ടെന്ന് ഒരു സാധനം നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോഴൊക്കെ മറന്നു. അന്നേരം ഞാൻ ഇന്ന് ഇച്ചിരി വീഡിയോ ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. സുന്ദരേട്ടൻ എന്നെക്കൊണ്ട് ഇങ്ങനെ ജോലി ഇല്ലാത്ത 24 hours സിനിമ പ്രാന്ത് എങ്ങനെയാണ് സിനിമ പ്രാന്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തായാലും ബോറടിക്കും. അവൻ ജോലിക്ക് പോയാലും എനിക്ക് പറ്റിയ ജോലിയൊന്നുമില്ല. വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷെ ഇപ്പോൾ എന്തോ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതാ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ നാളായത്. എനിക്ക് തോന്നുന്നു എന്തോ 1 മാസം ഉണ്ടായിരുന്നു. 1 മാസമോ 2-3 ആഴ്ച ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം വിചാരിച്ച് ഇന്നൊരു വീഡിയോ എടുക്കാം. ഞാൻ 10ാമത്തോടെ പറയുന്നത് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇതൊക്കെ തന്നെ നമ്മുടെ ദിവസം എന്തുവാ അങ്ങനെയൊക്കെ തന്നെ. ഇന്ന് സുന്ദരനും കൂടെ ഉണ്ടായിട്ട് എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. നല്ല സുന്ദരൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരനെ കളിയാക്കും. അതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ അമ്മൂമ്മ അടുത്ത് പറഞ്ഞായിരുന്നു, അമ്മ 8 മണിക്ക് ഞാൻ എണീക്കത്തുള്ളൂ എന്ന്. പിന്നെ സുന്ദരൻ എണീറ്റപ്പം 9:30 എങ്ങനെയായിരുന്നു തോന്നുന്നു. കാര്യം എനിക്കൊരു 5:30 ഒരു മരുന്നുണ്ട്. അപ്പോൾ ആൾ സുന്ദരനെ എണീറ്റിരുന്നു. അപ്പം അതെ എനിക്ക് സുന്ദരൻ തരുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ തിരക്കണം നടക്കാമല്ലോ. കാര്യം ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി ഒരു 15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് ഉണ്ടാക്കി അതൊക്കെ കൈ വെക്കണ്ടേ. ഒരു ആദ്യം നമ്മൾ ഉണ്ടാക്കുക ആയുർവേദത്തിന് മരുന്ന്. അന്നേരം അതുണ്ടാക്കി 5:30 ആകുമ്പോൾ കഴിക്കും. പിന്നെ 6:30 ആകുമ്പോൾ വേറെ മരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ഇച്ചിരി ഉറക്കം പോകത്തില്ല. പിന്നെ സുന്ദരൻ അന്നേരം വന്നിരുന്ന സുന്ദരൻ പിന്നെ എഴുന്നേക്കത്തേയില്ല. പിന്നെ 9:00 ആയി സുന്ദരൻ. ഇപ്പോൾ ഞാനും പിന്നെ എണീറ്റപ്പോൾ 8 മണിക്ക് അലാറം വെച്ചു. കാര്യം ഇല്ലെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 12 മണിയായാലും ഞാൻ എണീക്കത്തില്ല. അങ്ങനെ 8 മണിക്ക് എണീറ്റു, ചായ കുടിച്ചു, കല്ല് കുടിച്ചു, മുട്ട തിന്നു. പിന്നെ എന്തുവായിരുന്നു, പിന്നെ കാപ്പിയല്ലായിരുന്നു, ദോശ ഉണ്ടായിരുന്നു. എനിക്ക് ദോശ വേണ്ടായിരുന്നു. പിന്നെ അതുമല്ല ഇന്നലത്തെ മാവായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ കഴിച്ചോന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഇപ്പം എല്ലാവരും എന്നെ കളിയാക്കി കഴിയുമ്പോൾ ഒരു വിഷമം, എനിക്ക് വണ്ണം വെക്കുന്നില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വണ്ണം വെക്കാനുള്ള തീരുമാനത്തിലാണ്. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ വെണ്ണം വെക്കാൻ എന്തോ വേണം. അപ്പം അമ്മ പറഞ്ഞു രോഗം എന്നിട്ട് പഴങ്ങി വെച്ചാൽ. അങ്ങനെ ഒരു രാവിലെ ഒരു ഗ്ലാസ് ഇത് കുടിച്ചു, പൂരവും നല്ലതാണ്. പൂരവും കുടിച്ച് സുന്ദരൻ എന്തുകൊണ്ട് സുന്ദരൻ ഞാനും തൈരും അതാ രാവിലെ കുറച്ച് മുമ്പ് രാവിലെ കഴിച്ചിട്ടില്ലേ, ചീനിയും പിന്നെ എന്തൊക്കെയാ തീയും തൈരും ഉപ്പും പിന്നെ അമ്മ ഒരു പുളിമുളക് ഉണ്ടാക്കി തന്നു. പിന്നെ കപ്പയ്ക്കയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കത് വേണ്ടായിരുന്നു. പിന്നെ അടുപ്പ് എന്തോ ഇരിപ്പുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്കെന്തോ ജാടയുള്ള പോലൊക്കെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എൻ്റെ സ്വന്തമായിട്ട് ഇവിടെ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കും മനസ്സിൽ. ഇവിടെ എന്തൊരു അഭിപ്രായം പറയുന്നതെന്ന്. അല്ലല്ല ജോലിയുടെ അല്ല. പിന്നെ ഇനിയിപ്പം ഇവിടെ ഇച്ചിരി ജോലിയുള്ളൂ. ഇച്ചിരി തുണി എഴുതുന്നുണ്ട്. അമ്മ എടുത്ത് ചോദിക്കും കടയിൽ വിടണം. മുട്ട തീരുന്നു, മുട്ട വാങ്ങണം. ഇവിടെ മുട്ട തിന്നുന്ന ഞാനും ലീലയോ രാവിലെ ഒരു പുതിയ മുട്ട കൊണ്ട് നമുക്ക് അടുത്തത് നമ്മൾ കറുത്ത കിട്ടാൻ പോകുന്നു. ഞാൻ ചവിട്ടിയപ്പോ അത് പോകും. നിന്റെ അത്ര ശക്തിയില്ല കൊണ്ടിട്ടില്ല. നീ നോക്കുന്ന സുന്ദരേട്ടൻ എന്താ ചെയ്യുന്നേ? ഇത് എവിടെ കയറി പോവാന്ന്? എന്തോക്കളെ സുന്ദരേട്ടൻ എവിടെ പോയി? സുന്ദരേട്ടൻ എവിടെ പോയി മക്കളെ? ചേട്ടൻ മുകളിൽ സുന്ദരേട്ടൻ ടാൽപ്പ കിട്ടുന്നു. നമുക്ക് പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട്? നിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് എന്തിനാ നന്നായിന്ന് പറഞ്ഞ? അമ്മ ഇവിടെ പിടിച്ചോണ്ട് പോണ്ട്. വീടല്ലേ? ലിയയുണ്ട്, അമ്മമ്മയുണ്ട്. അതെന്തോ പക്കി പറക്കുന്ന കണ്ടോ? പക്കി പറക്കുന്നുണ്ടോ? ഉണ്ട് ഇവിടെ. നല്ല വെയില്. മുടി കെട്ടി വെച്ചിട്ട് കുറെ നേരമായി. അഴിച്ചിടാം.
ഇനി ഞാൻ ഇപ്പോഴെങ്ങും അയ്യേ അമ്മൂമ്മ ഈ കളത്തരം കാണിച്ചത് വെള്ളത്തിൽ ചാടി. ആ ഇപ്പൊ അടി കിട്ടും, ഈ അടി ഇപ്പൊ കിട്ടും. കമ്പന്തേ കമ്പ് അടി കൊടുക്കാൻ എനിക്ക് എപ്പോ കണ്ടില്ലായിരുന്നില്ല. എന്തോ വലിയ കാര്യം പറയാൻ ഓർമ്മയില്ല കുസൃതി. അമ്മ രാവിലെ എഴുന്നേറ്റ് പുറപ്പ് കഴുകിയിട്ട് അമ്മമ്മയുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പുറപ്പ് കഴുകിയിട്ട്. അയ്യോ അമ്മൂമ്മ ഇപ്പൊ ഞാൻ ബിഗ് ബോസ് കാണുകയാണ്. ബിഗ് ബോസ് സീസൺ 8 തമിഴ്. എനിക്കിത് വിജയ് സേതുപതി അല്ലേ ഈ വട്ടം ഇത്. എനിക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ റീൽസ് കണ്ടോണ്ടിരിക്കുമ്പം എനിക്കിങ്ങനെ എന്തിനാ അപ്പം റീൽസ് കണ്ടോണ്ടിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നതാ. അപ്പൊ എനിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനല്ല, ഒരു ഞാൻ സ്ഥിരം കാണുന്ന ഒരു ചേച്ചിയുടെ റീലുണ്ട്. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞ ഇത് പേര് പറഞ്ഞു. അപ്പൊ ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ വിജയ് സേതുപതിയുടെ സീസൺ ആയതിനെ കൊണ്ട് കാണാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെന്നൊന്ന് കണ്ടാലോ എന്ന് വെച്ചാൽ ഒക്ടോബർ 6 ഞാൻ കണ്ടാ തുടങ്ങി. അപ്പം മുതലേ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു അഡിക്റ്റ് ആയി മാറിയോന്ന്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ പോലെ വലിയ അടിയും ബഹളമൊന്നുമില്ല. ഈ സീസണല്ല എന്നാൽ തമിഴിൽ ഫസ്റ്റ് ആദ്യമായിട്ട് തമിഴ് ബിഗ് ബോസ് ആണ്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതിനകത്ത് ഈ പെണ്ണുങ്ങൾ വേറെ ആണുങ്ങൾ വേറെ ആയിട്ടല്ലേ, ബിഗ് ബോസ് എല്ലാം മിക്സ്ഡ് അല്ലേ, ഇത് വേറെ വേറെയാണ്. അതിന് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറുമെന്ന് അറിയത്തില്ല. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കത് ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നോക്കുന്നേ, ഇതാ ഞാൻ വീഡിയോ എടുക്കാത്ത. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്നെ നോക്കി കളിയാക്കും. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഇഷ്ടമാണ്, വിശാലിനെ ഇഷ്ടമാണ്, മുത്തുകുമരനെ ഇഷ്ടമാണ്, അങ്ങനെ കുറച്ച് പേരെ ഇഷ്ടമാണ്. പിന്നെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടില്ല. ഇന്നലെ ഞാൻ നേരത്തെ കിടന്നുറങ്ങി. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ എപ്പിസോഡ് ഞാൻ കണ്ടോണ്ടിരിക്കുവാണ്. ഇത്രയായി അല്ല ഇത്രയാണ്. 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ അല്ല 50, 1 മണിക്കൂർ 50 മിനിറ്റ് ആടും എല്ലാം കൂടെ ചേർത്ത. അപ്പൊ ഞാൻ ബിഗ് ബോസ് കണ്ടിട്ട് ബൈ എന്നിട്ടാണ് ചോറിനിട്ടാണ് സുഖമായിട്ട് ഇറങ്ങാൻ. ഇപ്പൊ ഇത് കണ്ടില്ലെങ്കിൽ പിന്നെ ഇത് നടക്കത്തില്ല. പിന്നെ ഇത് നാളത്തേക്ക് മാറ്റി വെച്ചാൽ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡും ഉണ്ടല്ലോ, ഇന്ന് ശനി ഞായറും അല്ലേ വിജയ് സേതുപതി സാർ വരുന്നത്. ഇന്നത്തെ മാറ്റിയാ പിന്നെ ഇന്നലത്തെ മാറ്റിയാ ഇന്നത്തെ മാറ്റണം. അപ്പൊ അത് വരാം. അപ്പൊ നമ്മളിപ്പോ കടയിൽ പോകാൻ പോവാണെങ്കിൽ ഞാൻ ചേട്ടൻ കൂടെ ഈ കുട്ടി അങ്ങ് ഈ കുട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. മുട്ട വാങ്ങിക്കാൻ പോകണം. ചേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ മുട്ട എവിടെ വെച്ചോണ്ട് വരും, പൊട്ടിപ്പോത്തില്ലേ. അതുകൊണ്ട് ഞാനും കൂടെ പോകുന്നു. അങ്ങനെ നമ്മൾ സാധനം വാങ്ങിച്ചു ഗൈസ്. മുട്ടയും പിന്നെ സുനിലിന്റെ വണ്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് കൂടുതലായി പോയത്. ഷാമ്പുവും പിന്നെ സ്പോഞ്ചും പിന്നെ കുറച്ച് മുട്ടായും പിന്നെ ഒരു മോയ്സ്ചറൈസർ വാങ്ങണമായിരുന്നു. എനിക്കെന്ന് പറഞ്ഞാൽ സുനിലേട്ടനാണ് അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. എടാ കള്ള എന്റെ ഒലയുടെ ക്രീം തീർത്ത ആരാ? ഇപ്പൊ പറയാം. പിന്നെ ലിയയ്ക്ക് മിഠായി, എനിക്ക് മിഠായി, അത്രേ ഉള്ളൂ. പിന്നെ അമ്മമ്മയ്ക്ക് കടലേ. വണ്ടികൾ വരുന്നു ഗൈസ്. അപ്പൊ ഓക്കെ ബൈ. ഇത് വലിയൊരു തേരിയാണ്. ഇവിടുന്ന് വീണ നല്ല സുഖമായിരിക്കും. കണ്ടോ എന്തൊരു വലിയ തേരിയ. ഞങ്ങൾ കടയിൽ പോയിട്ട് വന്നു. ചോറ് തിന്നാൻ പോവാം. സുന്ദരയുടെ വന്നപ്പോഴേ സുന്ദരന്റെ വണ്ടിയിലെ പണി തുടങ്ങി. തുണിയൊന്നുമില്ല ഇവിടെ. തുണിക്ക് എന്തിനാ പിന്നെ സ്പോഞ്ച് വാങ്ങിച്ചാ? വലിയ അടുത്ത് ഞാൻ കടയിൽ ചെന്ന് നോക്കിയാ സ്പോഞ്ച് ഉണ്ടോ ചോദിച്ചിട്ട് അവിടെ പോയി ഇത്രയും വലിയൊരു സ്പോഞ്ച് കിട്ടുന്നു. ഞാൻ വേണ്ട, ഇതെങ്ങനെ പോറലുണ്ട്. തല്ലിക്കൊല്ലു. പക്കച്ചോറ് വെച്ചിട്ട് വരാം. ബൈ. കപ്പയ്ക്ക തോരൻ, ഓമയ്ക്ക തോരൻ, മീൻ പൊരിച്ചത്, മീൻകറി, ചളമീന, പിന്നെ ഇത് ചീനി, പിന്നെ ചോറ്. ഇച്ചിരി ചോറ് മതി. ഇനി ഞാൻ വീഡിയോ എടുക്കേണ്ടുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് കഴിക്കാവാ. അല്ലെങ്കിൽ അടുക്കള ഡൈനിങ് ടേബിളിൻ്റെ അവിടെ രാവിലെ പഴഞ്ഞു വെച്ചില്ലേ, അവിടെ നിന്ന് കഴിച്ചാൽ. അപ്പം വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ ഇരിക്കുന്നു ഹാളിൽ. ഈ മീൻ പൊരിച്ചത് ഇവിടെ മീൻ പൊരിച്ചത് അമ്മയ്ക്ക് ഒരുപാട് കൂട്ടിക്കൂടെ. അമ്മയ്ക്ക് അമ്മയ്ക്ക് കൂട്ടിക്കൂടെന്ന് പറഞ്ഞാൽ പിന്നെ സുന്ദരം മീൻ കൂട്ടത്തില്ല, മീനേ സുന്ദരം കൂട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ഇത്രയും മീനെടുത്ത് തിന്നു. ഇപ്പോൾ പൊരിച്ചാലും ഇപ്പം അതിൽ ചേട്ടൻ കുക്കുച്ചിച്ചുണ്ടെങ്കിൽ അവർ കഴിക്കും. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് മീൻ പൊരിച്ചത് ഇത് കുക്കുച്ചിച്ച് കൊടുത്തിട്ട മീനാ. ദിവസം ഞാൻ വെള്ളം തൊട്ടിട്ടില്ല. ഇന്നലെ തീർന്ന കുപ്പി വെള്ളം ആക്കണ്ട. ഇന്നലെ തീർന്നേ. ഇന്നലെ 8 മണിയായപ്പോൾ പിന്നെ ഇത് നടക്കാൻ കൊണ്ട് കപ്പിലാണ് കുടിച്ചത്. പിന്നെ ഇതിട്ട് നിറച്ചത് രാവിലെ വിചാരിച്ചു കുടിക്കാമെന്ന്. അമ്മേ ഏതോ കൊച്ചുങ്ങൾ വിളിക്കുന്നമ്മേ. നമുക്ക് ഈ മിഠായി തിന്നാൻ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്ന് പോകാനേ ലിയെ കാണാതെ മിഠായി തിന്നാൻ പറ്റും. അപ്പം നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും സൈഡിൽ വല്ലതും പോയിരിക്കണം.
കാര്യം ലേക്ക് ഇത് കൊടുത്തൂടാ. ലേക്ക് ഇത് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡോക്ടർ പറഞ്ഞ് കൊടുത്തുവിടണം. അപ്പം നമുക്ക് രാവിലെ ഇരുന്ന സ്ഥലത്ത് ഇവിടെ വന്നിരിക്കാം. ഗീ കണ്ട ഗീയൊക്കെ കൊടുക്കണ്ടേ? ലേക്ക് മുട്ടായി കൊടുക്കണ്ട, അതാകുമ്പോൾ ഇവിടെ നിന്ന് തിന്നല്ലേ. ഒളിച്ചിരുന്നതല്ലേ. അമ്മ അവിടെ പോയി വഴക്കുണ്ടാക്കുന്നില്ലേ വീണ മുട്ടായി നിന്ന്. നീ കാണാതിരിക്കാനാണ് ഞാൻ പരിയും പുറത്ത് വന്നത്. ഞാൻ ഇച്ചിരി ഉള്ളു, നിനക്ക് തന്നൂടാ. ഇവിടെ വന്ന് വിളിച്ചിരുന്ന ഞാൻ ആരായി? എന്തുവാ നോക്കുന്നേ? ആകെ ഒരു മുട്ടായി ഉള്ളൂ, വെള്ളം ഇറക്കാതാ. നോക്കല്ലേ, ഒരു ശകലം വേണമെങ്കിൽ തരാം. ആ നോട്ടം നോക്ക്, കണ്ടാ കൊടുക്കാതിരിക്കാൻ തോന്നുന്നു. പാവത്തെ പോലെ നോക്കല്ലേ. ഇത് പൊട്ടല്ല, ഇത് മൈലാഞ്ചിയാ. വൈകിട്ടായി, ഇന്ന് ഉറങ്ങിയില്ല ആരും. കിടന്നു, അമ്മൂമ്മ കിടന്നു. സുഞ്ചേട്ടൻ ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയ വണ്ടി കഴിവൊക്കെ ഇതുവരെയും തീർന്നിട്ടില്ല. വണ്ടി കഴിവ് ഇപ്പൊ എന്ത് ചെയ്യുവാ? പോളേഷ്. ഇപ്പൊ പോളിഷ് ഇടുവാ സുഞ്ചേട്ടൻ. നാളെ പൊടിയാവും ചൊളിക്ക് പോകുമ്പോ അല്ലേ? ഭയങ്കര കട്ടറല്ല റോഡിലൊക്കെ. അപ്പൊ ഞാനും അമ്മൂമ്മയും കൂടെ നടക്കാൻ ഇറങ്ങിയതാ. മഴ നടന്നപ്പോ അമ്മൂമ്മ രാമാമിന്റെ വീട്ടിലോട്ട്. ഞാൻ പിന്നെ ഇങ്ങനെ നടക്കുന്നു. ഇനി വീട്ടിൽ പോയി ചായ ഇടാം. ഇപ്പം 5 മണിയായി. അന്നേരം നമുക്കിനി വീട്ടിൽ പോയി ചായ ഇട്ട് കുടിക്കാം. അപ്പോഴത്തേക്ക് അമ്മൂമ്മ വരും. ഒന്ന് നടക്കാൻ ഞങ്ങൾ എല്ലാ ദിവസവും കണക്ക് 4-5 മണിയാകുമ്പോൾ നടക്കാൻ പോകും. അപ്പോൾ പക്ഷേ ഞാനും സുഞ്ചേട്ടനും അമ്മൂമ്മയും കൂടെ, ഞാനും ലിയയും അമ്മൂമ്മയും കൂടെ പോകുന്നത്. ഇന്ന് ഞാനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. ലിയയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഇൻട്രസ്റ്റാണ്. അവൾ എവിടെയെങ്കിലും കിട്ടും. ഇപ്പോൾ നമ്മൾ പുറകെ പിടിക്കാൻ പോകണം. ഇന്ന് ലിയ വന്നില്ല. ഇന്ന് സുഞ്ചേട്ടൻ അവിടെ ഉണ്ടായതിനെ കൊണ്ട് സുഞ്ചേട്ടൻ്റെ കൂടെ വീട്ടിൽ ഇരിക്കാം. ഇന്നവൾ വന്നില്ല, അതുകൊണ്ട് അമ്മൂമ്മ അങ്ങോട്ട് പോയി. ഞാൻ ആ വീട്ടിൻ്റെ ഫ്രണ്ട് എത്തി. ഇനി വീട്ടിൽ പോയി ചായയൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്ക് അമ്മൂമ്മ വരും. അമ്മ ചുമ്മാ പോയി അങ്ങോട്ട് ചുമ്മാ നടന്നപ്പോൾ മമ്മി അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പോയി ഇറക്കി നോക്കുന്നു. റിയയുടെ കൂട്ടുകാരനെ ഇറക്കി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചായ കുടിക്കുമ്പോൾ കാണാം. ബൈ ബൈ ഗൈസ്. നമ്മൾ ചായ ഇട്ടു. ഞാൻ ഇച്ചിരി ചായ എടുത്തോളൂ. ഇച്ചിരി പറഞ്ഞാൽ ഇച്ചിരി കുട്ടി ക്ലാസ്സാണ്. പിന്നെ സുഞ്ചേട്ടനും അമ്മയ്ക്കുള്ള ചായ ഇവിടെ വെച്ചു. അമ്മ തോ വരുന്നുണ്ട്. ഇനി ഒരാളും കൂടെ വരാണ്ട്. അമ്മ എനിക്ക് വേണം എന്റെ ബിസ്ക്കറ്റാ. നമുക്ക് ചായയിലൂടെ ബിസ്ക്കറ്റ്. ചായയിലൂടാണോ മിച്ചർ മിഠായി കഴിക്കുന്നത്? മധുരമാകുമ്പോ ചായക്ക് മധുരം വരത്തില്ല. ABCD ബിസ്ക്കറ്റ് രാത്രിത്തേക്ക് നിനക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ. ഞാൻ ഉറങ്ങി കിടക്കുമ്പം ഈ ലിയ സുഞ്ചേട്ടനും കൂടെ രാത്രി 11:30 12 മണിക്കൊക്കെ കഴിക്കുക. കവറിന്റെ ക്ലിക്കും ഞം എന്നുള്ള സൗണ്ടും കേട്ടിട്ട് ഞാൻ നോക്കാൻ 2 മണി ദിനം. പിന്നെ ഞാൻ കൂടെ ചിലപ്പോഴൊക്കെ വെച്ചിട്ട് ചിലപ്പോഴൊക്കെ എനിക്കൊന്ന് ഉറക്കം വരുവാണെങ്കിൽ ഞാൻ പോകും. മിക്കവാറും ഞാൻ ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും ഇഷ്ടമുള്ള തോ വരും. വരുന്ന ഒന്നും അറിയാത്ത പോലെ നടന്നു വരുന്നു. ഇപ്പൊ എത്തും. നിങ്ങൾ അവിടെ പോയിരുന്നു? എത്ര നേരം കൊണ്ട് വിളിച്ചു? വാ ഇങ്ങോട്ട് അതിലേ ഇങ്ങോട്ട് വരട്ടത്. ചെടിയൊക്കെ കണ്ടേ കൊള്ളാം. അമ്മൂമ്മയുടെ ചെടിയൊക്കെ വളരെ ഗംഭീരമായിട്ടുണ്ട്. അമ്മൂമ്മയുടെ ചെടികളാണിത്. ഇത് മാത്രമല്ല ഒത്തിരി ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. ഇത് അമ്മൂമ്മ നട്ടാണോ? ഇതെവിടുന്നാ? പൂ നോക്കട്ടെ. തെറ്റിയാ? ഇതെല്ലാം അമ്മൂമ്മ നട്ടതാണ്. അത് വേറൊരു തരം ചെടി. പിന്നെ ഇത് തെറ്റിയല്ലേ? ഒരുമാതിരി ചെടി. ഇതിന്റെ പേരാണ് ഒരുമാതിരി ചെടി. ഇത് വേറൊരു ചെടി. നമുക്ക് ചെടി കാണിച്ചോളാം പയ്യ. ചെടി കാണിപ്പിക്കാം. ഇതോടെ കൊണ്ടുപോവാ എന്നെ. ഇതെന്താണ്? ഇതാണ് തെറ്റി. ചുമന്ന നല്ല. ഈ ഫോണിൽ കാണുമ്പോൾ വലിയ ചുമപ്പില്ല, പക്ഷെ നേരിട്ടാണ് ഭയങ്കര ചുമപ്പ്. കണ്ട ഫോണിൽ വലിയ ചുമപ്പില്ലല്ലേ? നേരിട്ടാണ് നല്ല കട്ട ചുമപ്പ. ഇനി എന്തുവാ? നീലയാ? സുഞ്ചാടെ ഇവിടെ എല്ലാം തുണി കഴുകിട്ടേക്കുക.
ഇതാണ് അമ്മൂമ്മ പറഞ്ഞ രണ്ടാമത്തെ ഫാഷൻ. അത് കഴിഞ്ഞ് അമ്മൂമ്മയുടെ ചെടികൾ പിന്നെയും കുറേ ചെടി കാണിക്കാനുണ്ടായിരുന്നു. പക്ഷേ അത് കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അമ്മൂമ്മയുടെ ഫോണിൽ കുക്കുച്ചേച്ചി വിളിച്ചു. അങ്ങനെ വീഡിയോ കട്ടായി. പിന്നെ അതാണെങ്കിൽ എടുക്കാനും മറന്നുപോയി. പിന്നെ കുറേ നേരം കഴിഞ്ഞാൽ ഞാൻ ഓർത്തു അയ്യോ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നെ ആയപ്പോഴത്തേക്ക് സീരിയൽ ഇട്ടത് കാരണം എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് വരത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു 7 മണി എങ്ങാണ്ട് കഴിഞ്ഞെന്ന്. അപ്പം നമ്മൾ വെച്ചാൽ ചുമ്മാ ഈ ഒരു കിവിയും കൂടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ഇതിലേക്കൂടെ പോയൊരു ഇതിലേക്കൂടെ ഒരു മാമ വണ്ടിയിൽ കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് വാങ്ങിച്ചപ്പോഴത്തേക്കാണെങ്കിൽ വീട്ടിൽ വന്നാൽ തുറന്ന് നോക്കിയപ്പം അതിനകത്ത് ആകെ 3 എണ്ണമായിരുന്നു. ചെറിയ പാക്കറ്റല്ലേ. അപ്പോൾ 3 എണ്ണം മൊത്തം ഒരെണ്ണം മാത്രം നല്ലത്, ബാക്കി എല്ലാം അഴുകിയിരിക്കുന്നു. ആദ്യം ഞാൻ അത് പിടിച്ചപ്പോഴും എൻ്റെ കയ്യിൽ എന്തോ വെള്ളമാവും എന്നൊക്കെ തോന്നി. അപ്പോൾ ഞാൻ വെച്ച് അന്നേരം മഴയും കൂടെ ചാറിക്കൊണ്ടിരുന്നു അതായിരിക്കുമെന്ന്. പക്ഷേ അല്ലായിരുന്നു, ഇത് അഴുകിയതായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് വേറെ മാമൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകിയതാണെന്ന്. ആ മാമ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് പിന്നെ അത് ചെത്തി ഇങ്ങനെ കഴിച്ചുകൊണ്ട് അമ്മമ്മയ്ക്കും കൊടുത്ത്. സുഞ്ചേട്ടൻ അന്നേരം അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ ഞാനും കഴിച്ച്. എന്തോ ഇത് ഒരു പുളിയല്ല. ഞാൻ ഇത് ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്, ഭയങ്കര തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞില്ല, കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓറഞ്ചും കൂടെ കഴിച്ച്. ഇത് ലാസ്റ്റ് ഓറഞ്ചായിരുന്നു. അപ്പോൾ വെച്ചാൽ അതും കൂടെ കഴിക്കാമെന്ന്. പിന്നെ രാത്രി ഞാൻ ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഈ ഓറഞ്ചും കിവിയും കഴിച്ച് പിന്നെ കട്ടൻ ചായ എങ്ങാണ്ട് ഇട്ട് കുടിച്ചായിരുന്നു. പിന്നെ എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അമ്മൂമ്മയും സുഞ്ചേട്ടനും കഴിച്ച്. അപ്പോഴത്തേക്ക് സുഞ്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു എന്തോ ഇല്ലായിരുന്നു. ഇത് കുറേ ദിവസമായി ഈ വീഡിയോ എടുത്തിട്ട്, അതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പം കഴിഞ്ഞ ഞായറാഴ്ച എങ്ങാണ്ട് എടുത്ത്. ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വേറൊന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി ഗുളികകൾ അതിനകത്ത് മൊത്തവും ഗുളിക ഞാൻ കഴിച്ചിട്ടിരിക്കുക. ഇനി 6 ഗുളികയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഗുളികയും കഴിച്ച് ഞാൻ കിടന്നിറങ്ങി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.